ഇപ്പോൾ നല്ല ചർച്ചാ വിഷയമാവുന്ന വിഷയമാണ് വിജയുടെ വൈഫ് സംഗീത സ്വർണ്ണലിംഗം വിജയ്ക്കെതിരെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത ഒരു കേസ്. ഞാനിപ്പം നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്, സംഗീത വിജയ് നീണ്ട 25 വർഷത്തിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഈ ഒരു ഡിവോഴ്സിൻ്റെ ഒരു സംഭവം കൊണ്ടിട്ടത്, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാണോ ഈ ഒരു കാര്യങ്ങൾക്ക് പിന്നിലെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. സംഗീത വിജയ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് വളരെ ഒരു ഗൗരവമായിട്ട് നമുക്ക് ഈ കാര്യം ചിന്തിച്ച് നമുക്ക് നോക്കാം. അതായത്, വിജയ് എന്ന് പറയുന്ന തമിഴ് ബ്രാൻഡ് സൂപ്പർ സ്റ്റാർ, ഇതിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും വല്ല പ്രേരണയാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കാനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ശരിക്കും എന്നെ തന്നെ ഞെട്ടിച്ചൊരു കേസാണ്. എന്താണ് ഈ ഒരു സംഭവം കൊണ്ട് സംഗീത വിജയ് അർത്ഥമാക്കുന്ന ഒരു ലീഗലി ഇവർ കൊടുത്തേക്കുന്ന കേസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വിജയ്ക്ക് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ കാര്യം വിജയ്ക്ക് മറ്റൊരു നായികയുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യവും, പിന്നെ ഫാമിലിയിൽ ശ്രദ്ധയില്ലെന്നും, പിന്നെ കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും, ഈ പറയപ്പെടുന്ന നായിക ആരാണോ അവരുമായിട്ടുള്ള ബന്ധം 2021 തൊട്ട് വിജയ്ക്കുണ്ടെന്നും, ആ ഒരു കാര്യം വെച്ച് ഇവർ തമ്മിൽ ചെറിയൊരു അകൽച്ചയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ആ നായിക ആരാണെന്നൊന്നും ഒഫീഷ്യൽ നമ്മളെവിടെയും പറയപ്പെട്ടിട്ടില്ല. തൃഷ എന്നാണ് അഭ്യൂഹങ്ങൾ പറയുന്നത്. ചില വിജയമായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൊണ്ട് തൃഷയാണ് ആ നായിക എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടി ഇത് ചെയ്തു? ഈ സംഭവം വന്ന സമയത്ത് തമിഴ്നാട്ടിലെ ആൾക്കാർ എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ, കാരണം ഇത് അവരുടെ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് അവരെന്താണ് ഈ ഒരു കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് പേരുടെ കാര്യങ്ങൾക്ക് അവർ പലരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വൈഫ് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, നമ്മൾ അനിയത്തിമാരുടെ കൂടെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലി വിഷയങ്ങൾ എങ്ങനെ ആയിരുന്നാലും അദ്ദേഹം ഇത് ഇലക്ഷൻ ജയിച്ച് നമ്മുടെ നാട്ടിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫാമിലി വിഷയം അത് പബ്ലിക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ഇങ്ങനെ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു വകയിൽ ഈ സംഗീതയ്ക്ക് MK സ്റ്റാലിൻ്റെ ഫാമിലിയിട്ട് എന്തോ ഒരു ചെറിയ ഒരു കണക്ഷൻ ഉണ്ട് എന്നും, അപ്പോൾ ആ ഒരു രീതിക്ക് സ്റ്റാലിൻ കളിച്ച ഒരു കളി ആകാം എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ വിജയ് എന്ന് പറഞ്ഞൊരു ആൾ രാഷ്ട്രീയപരമായിട്ടൊരു തീയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഏത് രീതിക്ക് ഇപ്പോൾ ഉയർന്ന് പോകാൻ വേണ്ടി പറ്റുന്നോ ആ രീതിക്ക് ഉയർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ അടിച്ച് താഴെയിടാം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം? കാലൊരു ഇൻസിഡൻറ്റ് കണ്ടു, പിന്നെ അതിന് സമാനമായിട്ട് 2-3 ഇൻസിഡൻസൊക്കെ പറഞ്ഞുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാലൊരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെ ഒന്ന് തകർക്കാം? എത്ര ശ്രമിച്ചിട്ടും ഈ പുള്ളി തകരുന്നില്ല എന്നുള്ള കാര്യം വെച്ച് ഈ ഒരു അകന്ന ഒരു ബന്ധമുള്ള സമയത്ത് എന്ന് തമിഴ്നാട് സ്റ്റേറ്റ് പീപ്പിൾ പറഞ്ഞ നേരത്ത് അത് മുഖാന്തരം വെച്ച് കളിക്കുന്ന ഒരു കളിയുമാകാം എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. പിന്നെ ഈ കളി ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ, സ്റ്റാലിൻ്റെ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിയിൽ സംഗീതം വേണമെങ്കിൽ ജോയിൻ ചെയ്തേക്കാം. അങ്ങനെയൊക്കെ പലതും നടക്കും. നമ്മൾ അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യം നടക്കും. ഇപ്പോൾ ഈ ഒരു ഡിവോഴ്സിൻ്റെ കേസ് തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ട വിഷയമില്ല ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്നുള്ളത്. വിജയ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് ആ ഒരു ദിവസം ഇത് പബ്ലിക്കായിട്ട് എല്ലാ ദിവസം ആ ഇമേജ് കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. പിന്നെ കുറേ അഭ്യൂഹങ്ങൾ ഇങ്ങനെ വന്ന് തമിഴ്നാട് സ്റ്റേറ്റ് പീപ്പിൾസ് അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിൽക്കുന്ന നേരത്ത് MK സ്റ്റാലിൻ്റെ ഒരു കൈ ഇതിനകത്തുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഒരു സംശയം നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിയെ എത്ര ശ്രമിച്ചിട്ട് അദ്ദേഹം തകരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇമേജ് കളയുക, ഡൗൺ ആക്കുക, ജനങ്ങളിലേക്ക് ഒരു ക്ലീൻ ഇമേജ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുന്നത്. ഇനി മറിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് പേര് തൃഷ വിജയ് തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ഇന്നേ വരെ എവിടെ ഒരു ക്ലാരിറ്റി കണക്ക് ഒരു സംഭവം കിട്ടില്ല. ഇപ്പോൾ ഒരു ആക്ടറോ ആക്ട്രസ്സോ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴോ ഫോട്ടോ എടുത്താലോ അത് ഒരുപാട് പേര് നമ്മൾ ഇൻഡസ്ട്രി ചെയ്യുന്നതാണ്. ഇപ്പം ഇപ്പം സൂര്യ ആയിരുന്നാലും സൂര്യ എത്രയോ നല്ല നായികമാരോടൊപ്പം പോയി ഫോട്ടോ എടുക്കുന്നു. അത് അവരുടെ ഒരു എന്താണ് ഒരു പരിചയം ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ തൃശ്ശ വിജയ് തമ്മിലുള്ള ഒരു എവർഗ്രീൻ കോംബോയാണ്, എത്ര ഹിറ്റ് പടങ്ങൾ. അപ്പോൾ അവരുടെ ഒരു ബന്ധങ്ങൾ ഇത്ര ഒരു വളച്ചൊടിക്കുന്ന കാര്യം എനിക്ക് യോജിപ്പില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ
നമുക്കത് വഴിയെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് സംഗീതയുടെ ഒറ്റ ലക്ഷ്യം വിജയുടെ രാഷ്ട്രീയപരമായ ഒരു ഇമേജ് തകർക്കുക എന്നുള്ളതാണോ എന്ന് അതിൽ സ്റ്റാലിൻ്റെ എന്തെങ്കിലും കൈയുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അങ്ങനെ വെച്ച് കളിക്കുന്നൊരു കളിയായിരിക്കും. അദ്ദേഹത്തിന് ഏത് രീതിക്ക് തകർക്കുക എന്നുള്ള കാര്യം വെച്ച് സംഗീതയെ കൂട്ടുപിടിച്ച സ്റ്റാലിൻ്റെ ഒരു കളി ആകാം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും വർഷം ഒരു ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു സമയത്ത് പോലും ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാത്ത സംഗീത എന്തിനീ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിൽക്കുന്ന സമയത്ത് ഇലക്ഷൻ 2 മാസം ബാക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോംബ് ഇവിടെ പൊട്ടിക്കണം എന്നുള്ള കാര്യം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇനി നമ്മളെല്ലാ വശവും ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇനി ഇത് ജനങ്ങളെ കണ്ടിട്ടുള്ള പൊടിയണക്കുള്ള ഇനി വിജയ സംഗീതം കളിക്കുന്നൊരു കളിയാണോ എന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഏപ്രിൽ 20-ാം തീയതിയാണ് വിജയിനെ കോർട്ടിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയാതെ ഒരു കാര്യം വെച്ച് സ്റ്റാലിൻ്റെ കൈ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ വിജയുടെ വൈഫായ സംഗീത ഈ കൃത്യ കേസിൽ ഇനി ആരുടെയെങ്കിലും DMKയുടെ എന്തെങ്കിലും പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. ഇത്രേ പറയാനുള്ളൂ.